പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന കൃഷ്ണമോളെ പഠിപ്പിച്ചത് വൈജയന്തിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇവൾക്ക് ഇങ്ങനെ കിടപ്പ് രോഗികളുടെ മലം മൂത്രം എടുക്കാനല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, കിടപ്പ് രോഗികളെ ഇങ്ങനെ നോക്കണമെങ്കിൽ അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം, സ്നേഹം വേണം, അതുപോലെ തന്നെ അവരെ പരിഗണിക്കണം. ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് മദർ തെരേസ. അതുകൊണ്ട് ആ ജോലിയാണ് ഈ ലോകത്തെ ഏറ്റവും മഹത്തായ ജോലി എന്ന് പറയാണ് കേട്ടോ. അതിന് താഴെയുള്ളൂ മറ്റെന്ത് ജോലി എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോവേ. അപ്പോൾ കൃഷ്ണമോൾ ആണെങ്കിലും വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇപ്പോൾ കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ, ഇപ്പം എന്തുണ്ട് എന്ന് ചോദിക്കട്ടോ. അലീന ചേച്ചി വന്ന ദിവസം തന്നെ അച്ഛൻ പറഞ്ഞതാണ് ആളറിഞ്ഞ് പെരുമാറണം എന്നുള്ളത്. അമ്മ ഇതുവരെ അത് പഠിച്ചില്ല എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഒന്നും പറയാനില്ല. പിന്നീട് വൈജയന്തിയും കൃഷ്ണമോളും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതിനുശേഷം രോഹിത് വീട്ടിലേക്ക് വരുന്നുണ്ട്. രോഹിത് വരുന്ന സമയത്ത് ഹരിയുടെ ബൈക്ക് അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹരിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നീ എപ്പോൾ വന്നു എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നാന്ന് പറയട്ടെ. അപ്പോൾ ഉച്ച തൊട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിനക്ക് ബോറടിച്ചില്ലേ എന്നൊക്കെ ഹരിനോട് ചോദിക്കുമ്പോൾ എനിക്ക് ബോറടിച്ചൊന്നുമില്ല, അലീന ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഹരിയാണെങ്കിലും രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ആ കിളവ് ഇങ്ങനെ അലീനനെ വിളിച്ചുകൊണ്ടിരിക്കും, അതായിരുന്നു ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നതെല്ലാം രോഹിത്തിന് അത്ര ഒന്നും വിശ്വാസം പോരട്ടോ. ഹരിയോടാണെങ്കിൽ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താ അടുത്ത പരിപാടിന്ന്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ആണെന്ന് ഹരി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹരിയും രോഹിത്തും അവരുടെ റൂമിലാണ്. ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്, ഇന്നിവിടെ നീ നിൽക്കുന്ന കാര്യം കൊല്ലപ്പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കും കേട്ടോ. അവിടെ പറഞ്ഞിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഫോൺ കോൾ പോരെ എന്നും ഹരി മറുപടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. പിന്നീടാണ് കേട്ടോ അലീനയെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അലീനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മോതിരം വാങ്ങിച്ചുകൊണ്ടാണല്ലോ ഹരി വന്നത്, അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോറൊക്കെ അടച്ചിട്ട് ഇതെന്താണെന്നറിയോ, ഇത് 3 ഗ്രാം ഉണ്ട്, ഇത് ഗോൾഡിൻ്റെ റിങ്ങാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അലീനയ്ക്ക് കൊടുക്കാനാണെന്ന് പറയുമ്പോൾ രോഹിത്തിന് അങ്ങ് വിശ്വാസം പോരട്ടോ. ഇത് അവൾ വാങ്ങിക്കുമോ എന്നൊക്കെയാണ് രോഹിത് ചോദിക്കുന്നത്. ഏത് പെണ്ണാടാ സ്വർണം വേണ്ടാന്ന് വെക്കുന്നത്, അവളിത് വാങ്ങിക്കുമെന്ന് പറയുമ്പോഴും രോഹിത്തിന് അങ്ങ് വിശ്വാസം വരുന്നില്ല. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ കാണിച്ചു തരാം, അവളുടെ വിരലിൽ ഈ മോതിരം കിടക്കുന്നത്. ഇന്ന് രാത്രി ഞാനിത് അവൾക്ക് എന്തായാലും കൊടുക്കും, ഇതൊക്കെ ഫോണിലൂടെ സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് കേട്ടോ രോഹിത്തിനോട് ഹരി പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹരിനോട് രോഹിത് പറയുന്നുണ്ടായിരുന്നു, നീ പറയുന്നത് കേട്ടിട്ട് എനിക്കിതൊക്കെ തള്ളാണെന്നാണ് തോന്നുന്നത്, നീ പറയുന്ന പോലെ ഒരു ഇതും എനിക്ക് അലീനയോട് തോന്നിയിട്ടില്ല, അവൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതോടുകൂടിയാണ് സംസാരിക്കുന്നത്, അളന്നു മുറിച്ചാണ് ഓരോരോ കാര്യങ്ങളും പറയുന്നത്, നമുക്കിങ്ങനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഒരു കള്ള നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ, ഇത് അങ്ങനെയൊന്നുമില്ല, അവൾ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. ഹരിയാണെങ്കിൽ രോഹിത്തിനോട് പറയുകയാണ്, ഞാനിന്ന് നിനക്കത് തെളിയിച്ചു തരാം, ഇന്ന് ഞാൻ രാത്രി അലീനയുടെ റൂമിലായിരിക്കും, അത് പറയുമ്പോൾ തന്നെ നിൻ്റെ മുട്ടുകാല് വിറയ്ക്കുന്നില്ലേ, അതാണ് നിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നാക്ക് വേണമെന്നാണ് കേട്ടോ ഹരി പറയുന്നത്. അതിനുശേഷം എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ എടുത്തിടുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ എക്സ്ട്രാ ചപ്പാത്തി കഴിക്കുന്നതൊന്ന് നിർത്തണം, വെയിറ്റ് കൂടുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഹരി ആണെങ്കിലും പറയാണ്, ആൻറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ത് സുന്ദരിയായിരുന്നു, മെലിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ മെലിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതാണ് പ്രശ്നം, എക്സസൈസ് ചെയ്യാൻ വയ്യ, എന്നിട്ട് വായുഗുളിക പോലെയുള്ള എന്തെങ്കിലും ഒറ്റമൂലി കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കൂട്ടോ. അത് കേട്ടോണ്ട് കൃഷ്ണമോള് ചിരിക്കും. അപ്പോൾ നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് വൈജയന്തി ചോദിക്കൂട്ടോ. അല്ല, ഞാൻ അച്ഛൻ്റെ കാര്യം ഓർത്തതാണ്, അച്ഛനും പറയുന്ന ആളും അത്ര മോശമൊന്നുമല്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യത്തിനുള്ള വെയിറ്റേ ഉള്ളൂ, ചിലപ്പോൾ 1-2 കിലോ കൂടിയിട്ടുണ്ടാവും, അത് ഇങ്ങനെ ഞാൻ വിചാരിച്ചാൽ കുറയ്ക്കാനും പറ്റും എന്നിങ്ങനെ ബാലേന്ദ്രനും പറയുകയാണ് കേട്ടോ. അതിനുശേഷം ഹരിനോട് അച്ഛൻ്റെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയും, അച്ഛന് അവിടെ നല്ല സുഖമല്ലേ എന്ന് പറയും. അത് ശരിയാണ്, നിൻ്റെ അച്ഛനെ അവിടെ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ വെറുതെ ശമ്പളം വാങ്ങിക്കല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പൊട്ടത്തര ഈ പറയുന്നത്, വെറുതെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുക എന്നിങ്ങനെ ചോദിക്കും. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ലേ പറയുന്നത്, അവരുടെ അച്ഛനമ്മമാർ വെറുതെ ഇരുന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നു, എന്നിട്ട് അത് ചിലവാക്കാൻ വേണ്ടിയിട്ട് അവരെത്രയാ കഷ്ടപ്പെടുന്നതെന്ന് പറയട്ടെ. അപ്പോഴും കൃഷ്ണമോള് ചിരിക്കുമ്പോൾ രോഹിത് പറയാണ്, നമ്മളെയും കൂടി ഉദ്ദേശിച്ചാൽ പറഞ്ഞ് നീ അധികം ചിരിക്കേണ്ടെന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഹരി ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാന്ന് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാട്ടോ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് മുത്തശ്ശി ഉറങ്ങായിരിക്കും, ഒന്ന് മയങ്ങി പോയിട്ടുണ്ട്. ആ സമയത്ത് അലീനയുടെ ബാഗ് തുറന്ന് ആ ഗോൾഡിൻ്റെ റിങ് ആ ബാഗിൽ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതിയെ മുത്തശ്ശീനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് മെല്ലെ ഡോറടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രോഹിത് ആണെങ്കിലും മുകളിൽ ഹരീനെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ഹരി വരുമ്പോൾ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ആക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അവളോട് പറയാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കള്ളങ്ങളാണ് വീണ്ടും ഇങ്ങനെ ഹരി രോഹിത്തിന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴും രോഹിത്തിന് ഭയങ്കര സംശയമാണ് കേട്ടോ. അപ്പോൾ രോഹിത് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുകയാണ്, ഞാൻ അവളെ കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് തന്നെ വളച്ചതാണ്. ആദ്യം കുറച്ച് മാന്തലും പിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് ഞാൻ 500ൻ്റെ ഇങ്ങനെ നോട്ട് കൊടുത്തപ്പോൾ അവൾ അങ്ങ് മയങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ ഞാൻ സെറ്റാക്കി എടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആവുമ്പോൾ ആളില്ല എന്ന് പറഞ്ഞാണ് അങ്ങനെ അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഇവിടെ ആവുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഹരിയാണെങ്കിൽ രോഹിത്തിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കള്ളങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഹരി. പിന്നീട് ഞാൻ താഴെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹരിയാണെങ്കിലും താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും അവിടെ ഇങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയാണെങ്കിലും ഈ സമയത്ത് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാട്ടോ ചെല്ലുന്നത്. അപ്പോൾ അലീനയാണെങ്കിലും അവിടെ താഴെ കിടക്കാനുള്ള ബെഡൊക്കെ വിരിക്കുകയാണ്. അപ്പം മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അലീനയുടെ പിറകിൽ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ പതുങ്ങി വന്ന് നിൽക്കുന്നത്, പേടിപ്പിക്കാനോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ എന്താ പേടിച്ചു പോയോ എന്ന് ഹരി ചോദിക്കുമ്പോൾ, അങ്ങനെ പേടിക്കുന്ന ആളൊന്നല്ല ഞാനെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഹരി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. നിനക്ക് തീരുമാനിക്കാം, നീ ഇനി ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും, ചിലപ്പോൾ നാളെ നീ ഈ വീട്ടിൽ കാണില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞതും നിനക്ക് നല്ല ഓർമ്മ വേണം, ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും, സ്വയം നന്നാവണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഉണരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് മയങ്ങിപ്പോയി, എന്തൊരു ക്ഷീണമാണ് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഹരീനോടാണെങ്കിലും ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി കേട്ടോ എന്താ അവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നാളെ രാവിലെ ഒരു ലെമൺ ടീ വേണമെന്ന് അലീനയോട് പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ, നീ അതല്ലല്ലോ പറഞ്ഞത്, വേറെ എന്തോ അല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഹരിയാണെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പ്രായമായെങ്കിലും കേൾവിക്കൊരു കുറവുമില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ആന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഹരി. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ വൈജയന്തി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി മുന്നിലേക്ക് വരുന്ന സമയത്ത് ഹരി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോവാണ് കേട്ടോ മുകളിലേക്ക് ചെല്ലുമ്പോൾ രോഹിത് ഹരീനോട് എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഹരിയാണെങ്കിലും ദേഷ്യത്ത് പറയാണ്, അവിടെ താഴെ ആരും ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ രോഹിത് പറയാണ്, ഇന്നെന്താ ഇവിടെ ഉത്സവമാണോ ആരും ഉറങ്ങാതിരിക്കാൻ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. പിന്നീട് വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയട്ടെ അലീന. അപ്പോൾ അവൻ നിന്നോട് എന്താ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അലീന പറയൂ കേട്ടോ. അപ്പോൾ അവൻ എന്തോ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്ത് മുത്തശ്ശി അവിടുന്ന് വിളിച്ചു പറയാണ്, അവൻ ആളത്ര ശരിയല്ല എന്ന് പറയും. അപ്പോൾ അത് കേൾക്കേണ്ട ഉടനെ തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, വീട്ടിലിങ്ങനെ ശരിയല്ലാത്ത പെൺപിള്ളേർ നിന്നാലേ ആണുങ്ങളും ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. കൊള്ളാം എന്നിങ്ങനെ പറയുകയും ചെയ്യാണ്. പിന്നീട് അലീനയോട് കിടന്നുറങ്ങാൻ നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. മുത്തശ്ശീനോട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും ഇഷ്ടപ്പെടാതെ തിരിച്ചും ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അലീനയ്ക്കാണെങ്കിലും അങ്ങനെ വൈജയന്തി പറഞ്ഞത് വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അലീനയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയായിരുന്നു കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്